ഏവർക്കും +1 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. +2 വിദ്യാർത്ഥികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന +1 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. വിശദമായ ടൈം ടേബിളും പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഒക്ടോബർ മാസം 12-ാം തീയതി മുതൽ ഒക്ടോബർ മാസം 17-ാം തീയതി വരെ കണ്ടിന്യൂസ് ആയി 6 ദിവസങ്ങളിലായിട്ടാണ് ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും വളരെ കംഫർട്ടായിട്ടുള്ള, കുട്ടികൾക്ക് ആശ്വാസകരമായ, നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് നടത്താൻ പറ്റുന്ന രീതിയിലാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് കൊമേഴ്സ് മാത്തമെറ്റിക്സ് എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ദിവസം ചിലപ്പോൾ 2 എക്സാമിനേഷൻ എഴുതേണ്ടി വന്നേക്കും. കാരണം രാവിലെ മാത്തമെറ്റിക്സ് എക്സാമിനേഷനും ഉച്ചയ്ക്ക് ശേഷം എക്കണോമിക്സ് എക്സാമിനേഷനും ഉണ്ട്. അങ്ങനെ ഒരു ചെറിയ വെല്ലുവിളി മാത്രമേ ഈ ടൈം ടേബിളിലുള്ളൂ. ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്ക് വളരെ കംഫർട്ടായിട്ടുള്ള ഒരു ടൈം ടേബിൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യം തന്നെ ടൈം ടേബിൾ ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഫീസ് ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളും വിശദീകരിച്ച് നമ്മൾ സംസാരിക്കും ഈ വീഡിയോയിൽ. 12/10/2026 തിങ്കളാഴ്ച രാവിലെ ഫോർനൂൺ സെക്ഷനിൽ ഫിസിക്സ് എക്സാമിനേഷനാണ്. സോ ആദ്യം ഫിസിക്സ് എക്സാമിനേഷനാണ്. വളരെ നല്ല രീതിയിൽ തയ്യാറെടുക്കാനുള്ള അവസരമുണ്ട്. ഫിസിക്സ് എക്സാമിനേഷന് +1-ൽ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളെല്ലാം തന്നെ ഇംപ്രൂവ്മെന്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടാകും എന്നുള്ളതിൽ തർക്കമില്ല. ഒരൊറ്റ എക്സാമിനേഷൻ മാത്രമേ അന്ന് രാവിലെ ഉള്ളൂ ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്ക്. നെക്സ്റ്റ് ഉച്ചയ്ക്ക് ശേഷം ബയോളജി സയൻസുകാർക്കില്ല, എന്നാൽ കൊമേഴ്സുകാർക്ക് അക്കൗണ്ടൻസി ഉണ്ട്. നെക്സ്റ്റ് ഡേ ട്യൂസ്ഡേ ഇംഗ്ലീഷ് എക്സാമിനേഷനാണ്. മോർണിംഗിലാണ് ഇംഗ്ലീഷ് എക്സാമിനേഷൻ. നെക്സ്റ്റ് വെനസ്ഡേ മോർണിംഗിൽ മാത്തമെറ്റിക്സ് എക്സാമിനേഷൻ. നമ്മുടെ സബ്ജക്റ്റാണ്. തീർച്ചയായും വളരെ കംഫർട്ടായിട്ട് പഠിക്കാം. ഇപ്പോൾ ഫിസിക്സും ഇംഗ്ലീഷും നിങ്ങൾ ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ മാത്തമെറ്റിക്സ് ആയിരിക്കും. സോ തീർച്ചയായിട്ടും ഒത്തിരി കുട്ടികൾ മാത്തമെറ്റിക്സ് ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ എഴുതും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇംഗ്ലീഷിന് അത്യാവശ്യം മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇംപ്രൂവ്മെന്റ് ചെയ്യാതെ മാത്തമെറ്റിക്സ് സബ്ജക്റ്റ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നതാണ് ഉചിതം. ഇനി വെനസ്ഡേ ഉച്ചയ്ക്ക് ശേഷം ബയോളജി സയൻസുകാർക്കില്ല, എന്നാൽ കൊമേഴ്സുകാർക്ക് എക്കണോമിക്സ് എക്സാമിനേഷൻ ഉണ്ട്. നെക്സ്റ്റ് 15th തേഴ്സ്ഡേ 15/10/2026 മോർണിംഗിൽ സെക്കൻഡ് ലാംഗ്വേജ് അല്ലേ. വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ അത് ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ സാധ്യതയുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം തീർച്ചയായിട്ടും കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്കാണ് എക്സാമിനേഷൻ ഉള്ളത്. ബയോളജി സയൻസുകാർക്ക് അന്ന് ഉച്ചയ്ക്ക് ശേഷം എക്സാമിനേഷൻ ഇല്ല. ഇപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ് ചെയ്യാനില്ല എങ്കിൽ ഒരു ദിവസത്തെ ഗ്യാപ്പ് കിട്ടും കെമിസ്ട്രി എക്സാമിനേഷൻ പഠിക്കുവാൻ വേണ്ടി. സോ കെമിസ്ട്രി എക്സാമിനേഷൻ ഫ്രൈഡേ 16/10/2026 വെള്ളിയാഴ്ച ദിവസമാണ്. മോർണിംഗിലാണ് ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ. സെക്കൻഡ് ലാംഗ്വേജ് എഴുതുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 1.5 ദിവസത്തിൽ കൂടുതൽ സമയം കിട്ടും കെമിസ്ട്രി എക്സാമിനേഷന് തയ്യാറെടുക്കാൻ. സോ ആവശ്യമാണെങ്കിൽ കെമിസ്ട്രി എക്സാമിനേഷൻ ഇംപ്രൂവ്മെന്റ് ചെയ്യാം. നെക്സ്റ്റ് ഫ്രൈഡേ ആഫ്റ്റർനൂൺ എക്സാമിനേഷൻ ഇല്ല. സാറ്റർഡേ ലാസ്റ്റ് എക്സാം ബയോളജി എക്സാം ആണ്. തീർച്ചയായിട്ടും കെമിസ്ട്രി ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നില്ല, ബയോളജിയാണ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നതെങ്കിൽ ഒത്തിരി സമയം നിങ്ങൾക്ക് അതിനുവേണ്ടി തയ്യാറെടുക്കാൻ കിട്ടും. സപ്പോസ് മാത്തമെറ്റിക്സും ബയോളജിയും മാത്രമാണ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും സൂപ്പറായിട്ടുള്ള ഒരു ടൈം ടേബിൾ എന്ന് നിസ്സംശയം പറയാം. വീണ്ടും ഫിസിക്സ്, മാത്സ്, ബയോളജി ആണ് നിങ്ങൾ ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നതെങ്കിലും ടോപ്പ് ടൈം ടേബിൾ എന്ന് തന്നെ പറയാം. ആവശ്യത്തിന് പ്രിപ്പറേഷന് സമയം കിട്ടുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ കപ്പാസിറ്റി എന്ത് ആണെന്ന് നിങ്ങൾക്കറിയാം. അതനുസരിച്ച് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മാർക്ക് കിട്ടുന്നതിന് വേണ്ടി ഏതൊക്കെ സബ്ജക്റ്റ് ഇംപ്രൂവ്മെന്റ് ചെയ്യണം എന്ന് ആദ്യം തീരുമാനിക്കുക. ഈ ടൈം ടേബിളിനെ ബേസ് ചെയ്ത് നമുക്ക് പഠിക്കാൻ അവസരം കിട്ടുന്ന രീതിയിൽ ഏതൊക്കെ സബ്ജക്റ്റ് ഇംപ്രൂവ്മെന്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുക. ഒരു കുട്ടിക്ക്, റെഗുലർ എക്സാം എഴുതിയ ഒരു കുട്ടിക്ക് മാക്സിമം 3 സബ്ജക്റ്റ് മാത്രമേ ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു എക്സാം ചെയ്യാം, 2 എക്സാം ചെയ്യാം, മാക്സിമം 3 എക്സാമിനേഷൻ വരെ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ നിങ്ങൾക്ക് എഴുതുവാൻ സാധിക്കും. ഇത് ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷന്റെ ഫീസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റിന് 175 റുപ്പീസാണ്. 2 സബ്ജക്റ്റ് ആണെങ്കിൽ 350 രൂപ, ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ 175 രൂപ പ്ലസ് 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസായിട്ട് 40 രൂപ കൊടുക്കണം. നിങ്ങൾ 3 സബ്ജക്റ്റ് ഇംപ്രൂവ്മെന്റ് ചെയ്താലും സർട്ടിഫിക്കറ്റ് ഫീസ് 40 രൂപ മാത്രം കൊടുത്താൽ മതി. 1 ചെയ്താലും 2 ചെയ്താലും 3 ചെയ്താലും 40 രൂപയാണ് സർട്ടിഫിക്കറ്റ് ഫീസ്. ഓരോ എക്സാമിനേഷനും 175 രൂപ വെച്ചാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഫീസ് സ്കൂളിൽ കൊടുക്കേണ്ട അവസാന ഡേറ്റ് സെപ്റ്റംബർ 10-ാം തീയതിയാണ്. സെപ്റ്റംബർ 10-ാം തീയതിക്ക് മുന്നേ ഫീസ് സ്കൂളിൽ കൊടുക്കുക. അത് പ്രിൻസിപ്പൽമാർ ട്രഷറിയിൽ അടയ്ക്കും. വേണമെങ്കിൽ ഫൈനോടുകൂടി, ഫൈൻ എന്ന് പറയുമ്പോൾ 600 രൂപയാണ്. സെപ്റ്റംബർ 15 വരെ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ട്. നെക്സ്റ്റ്
കമ്പാർട്ട്മെന്റൽ വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ, അതായത് +2 എക്സാം തോറ്റ് പിന്നെ ഒന്നേന്ന് +1 എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു പേപ്പറിന് 225 രൂപയാണ് ഫീസ്. ഒരു പേപ്പറിന് 225 രൂപ. എന്നാൽ 2 സർട്ടിഫിക്കറ്റ് ഫീസ് അവർ അടയ്ക്കേണ്ടതുണ്ട്. കാരണം +1ൻ്റെയും +2ൻ്റെയും 2 വ്യത്യസ്ത സർട്ടിഫിക്കറ്റ് ആണ്. പരാജയപ്പെട്ട കുട്ടികൾ +1ഉം +2 രണ്ടും ഒരുമിച്ച് എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. സോ തീർച്ചയായിട്ടും ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞു എന്ന് മാത്രം. ടൈം ടേബിളൊക്കെ മനസ്സിലാക്കി ഏത് സബ്ജക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. തീർച്ചയായും മാത്തമെറ്റിക്സ് സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും. കഴിഞ്ഞ വർഷം കുറച്ച് ടഫായിരുന്നു. ഈ വർഷം അത്രയ്ക്ക് ടഫാകാൻ സാധ്യത ഇല്ല എന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായും +1 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ മാത്തമെറ്റിക്സ് സബ്ജക്റ്റ് എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകളെല്ലാം ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ചാപ്റ്ററിൻ്റെയും ഡീറ്റെയിൽഡ് ക്ലാസ് പ്രത്യേക പ്ലേലിസ്റ്റായി ചെയ്തിട്ടുണ്ട്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള റിവിഷൻ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ആവറേജ് കുട്ടികൾക്ക് വേണ്ടി ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് ചെയ്തിട്ടുണ്ട്. എബോവ് A+ പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ്സുകളുടെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ +1 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പ് ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം തികച്ചും സൗജന്യമായി. ഓൾറെഡി അതിനകത്ത് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ടെസ്റ്റ് പേപ്പർ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് റൗണ്ട് ടെസ്റ്റ് പേപ്പറാണ് ഇപ്പോൾ നടക്കുന്നത്. ആഫ്റ്റർ സെപ്റ്റംബർ 15 സെക്കൻഡ് റൗണ്ട് ടെസ്റ്റ് പേപ്പർ സീരീസ് നടക്കും. സോ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് +1 മാത്തമെറ്റിക്സ് സബ്ജക്റ്റിന് വേണ്ടിയുള്ള ക്ലാസ്സുകളും PDF നോട്ട്സും ടെസ്റ്റ് പേപ്പർ സീരീസും നൽകുന്നതാണ്. സോ എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും. ഹാപ്പി ഓണം. തീർച്ചയായും ഓണം 2 ദിവസം കൊണ്ട് അവസാനിക്കും. തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ തയ്യാറെടുക്കുക. 45 ദിവസം കൃത്യമായി മിനിമം നിങ്ങൾക്ക് കിട്ടും ആഫ്റ്റർ ഓണം. ഓണത്തിന് ശേഷം 45 ദിവസമുണ്ട്. മാക്സിമം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന എല്ലാ സബ്ജക്റ്റിനും മാർക്കിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഹാപ്പി ഓണം.